തങ്ങളാണ് കട്ടപ്പന റൂറൽ സഹകരണ സംഘത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന CPM ആരോപണം നിഷേധിച്ച് മുൻ UDF ഭരണസമിതി. ആദ്യ റിപ്പോർട്ടുകളുടെയും മറ്റ് ബാങ്ക് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതാക്കൾ CPMനെ വെല്ലുവിളിച്ചു. 2017 മുമ്പ് ഈ സ്ഥാപനത്തിൽ യാതൊരുവിധമായ സാമ്പത്തിക ക്രമക്കേടുമില്ല, യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല, വായ്പകൾ മുടങ്ങിയിട്ടില്ല. തിരിച്ചടവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അലംഭാവമുണ്ടെങ്കിൽ കോവിഡ് കാലത്തുണ്ടായ കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കുണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഈ സ്ഥാപനം വളരെ പെട്ടെന്ന് പ്രതിസന്ധിയിലായത്, സാമ്പത്തിക തകർച്ചയിലായത് എന്നത് വളരെ ഗൗരവപരമായ കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഈ സ്ഥാപനത്തിൽ ഭരണസാരഥ്യത്തിൽ വന്നതിന് ശേഷമാണ് കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക തട്ടിപ്പും ഉണ്ടായത്. അത് വെറുതെ സംഭവിച്ചൊന്നുമല്ല, വളരെ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പാണ്. അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുനിന്നിട്ടുണ്ട്. ജില്ലാ ബാങ്ക് ഇല്ല, പക്ഷേ ജില്ലാ ബാങ്കിന്റെ സ്ട്രക്ചർ നിൽക്കുന്നുണ്ട്. ജില്ലാ ബാങ്കിന്റെ സംവിധാനം കേരള ബാങ്കിൽ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപപ്പെടുത്തിയ ശേഷവും